ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ പറയുന്നത് കേട്ടതൊന്നുമല്ലോ. ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നതേ ശാരദാമ്മ മക്കളുമാണെന്ന്. ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധമാ. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കല് ഭാമേ. മോളെ പെട്ടിരിക്കുക എല്ലാ അർത്ഥത്തിലും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ദിവസങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല കൈവിട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പം വല്ലാത്തൊരു പിടച്ചില നെഞ്ചിനകത്തെ. മോളെ എന്തെങ്കിലും ഒരു വഴി ഇതൊന്ന് നീട്ടിക്കിട്ടാനോ സാവകാശം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം മോളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ? പിന്നെ അച്ഛ ഇല്ല അല്ലേ? എനിക്കറിയാം വല്ലാത്തൊരു ഉരാ കൊടുക്കില്ല എന്നെ എൻ്റെ അനിയൻ പെടുത്തിയതേ. അകന്നിരിക്കുന്നവർ അടുക്കുമ്പോഴേ സൂക്ഷിക്കണമെന്ന് പഴമക്കാരൊക്കെ പറയും. ഞാനതിവിടെ പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ കിട്ടാൻ പോകുന്ന കോടികളുടെ കണക്കിന് മുമ്പില് എന്റെ അഭിപ്രായങ്ങൾക്കൊന്നും ആരും വില കൽപ്പിച്ചില്ല. ഞാനാരാ? ഇരുത്തം വന്നുപോയ ഗൃഹനാഥന്മാർക്ക് എന്നും എവിടെയും കിട്ടുന്നത് പുച്ഛവും അവജ്ഞയും മാത്രമാണ്. അത് ഞങ്ങളെപ്പോലുള്ളവരുടെ ശാപമാ. ഞാൻ പറഞ്ഞൊന്നും ആരും കേട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്തു. ഇപ്പോ ഞാനുണ്ടാക്കി വെച്ചതൊക്കെ നഷ്ടപ്പെടാനും പോവാ. അച്ഛൻ നമ്മളിപ്പോ ഒരു സാവകാശം വാങ്ങിച്ച തന്നെ ഒരു 3-4 തവണ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല അച്ഛാ. ഇതിപ്പോ ഈ 15 കോടി എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയോ അല്ലല്ലോ. രാഘവേട്ട, ഇവളിത്തിരി ഇവിടെ വന്നിരിക്കുന്നേ? ആര് പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റിയിരുത്താൻ? ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. മോളോ? ആരുടെ മോള്? നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ? ഒരു ബന്ധമില്ലാതെ വല്ലവന്റെയൊക്കെ കൊച്ചിനെയും കൂടി നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ആരാ എവിടുന്നാ എപ്പോഴാ സഹായിക്കാന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ഓ, നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടല്ലേ? എങ്കി കേട്ടോ, ഈ വീടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണെ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതല്ല, വാങ്ങിച്ചേ അടങ്ങൂ എന്നൊരവസ്ഥ വന്ന ആ നിമിഷം വല്ല വിഷവും വാങ്ങി ഞാനങ്ങ് കഴിച്ചു മരിക്കും. എന്നാൽ ഇവളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ. ഭാമേ, ശ്യാമ പപ്പി വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല. അതുകൊണ്ട് പപ്പിയും കൊണ്ട് വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യയാ. ഓഹോ ഓഹോ, അപ്പൊ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അവകാശം വാങ്ങിക്കാൻ. എല്ലാ അവകാശവും കൂടി ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യ ആ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യം. പക്ഷേ ഇവിടെ വന്നു കയറിയ രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കയറി പോയല്ലോ. അവിടുന്ന് ഇന്ന് ബന്ധം കൂടിയോ അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. ഇതിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടി അങ്ങ് ഇളക്കി. ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങൂടെ ഉള്ളൂ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ആക്കി തന്ന് ഞങ്ങളെ രണ്ടാളെയും കൂടെ അതിലിട്ടൊന്ന് മൂടാവോ? സത്യമേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. സാറേ, നീ പറയുന്നത് കേട്ടതൊന്നുമല്ലോ. ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ
കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നതേ ശാരദാമ്മ മക്കളുമാണെന്ന്. അച്ഛാ, ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധമാ. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കല് ഭാമേ. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ കടവാ. അതിൽ വന്നു കയറി മരുമക്കൊക്കെ ഒരു പങ്കുമില്ല. ഇവളുടെ ബലത്തിലാണോ രാഘവേട്ടൻ എന്നോട് തർക്കിക്കുന്നേ? എന്റെ ദേ, എനിക്ക് ഒരാളെയും പേടിയില്ല. ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല. എന്താ അവിടെ പ്രത്യേകിച്ച്? അറിയില്ല, മേഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഇറങ്ങടി. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ അള്ളി പിടിച്ചു നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നടി? ഡി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. അമ്മേ, എന്താണ് അമ്മ ഇത്? ഒരല്പം മര്യാദയിൽ പെരുമാറാൻ പറ്റില്ല അമ്മയ്ക്ക്? ഇവളോടൊക്കെയാണോ ഞാൻ മര്യാദ കാണിക്കേണ്ടത്? ഇവളുടെ പൊന്നനിയത്തി നീ വിളിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ ഇവളിവിടെ കയറി വരാൻ കാരണം. അവള് പോയി പപ്പിയെ വിളിച്ചിരുന്നെങ്കിൽ ഇവൾ ഈ കുടുംബത്തിലേക്ക് പപ്പിയാക്കാനെന്ന് പറഞ്ഞ് കയറി വരുമായിരുന്നോ? അപ്പൊ ശ്യാമ വന്നില്ല ഇവിടെ? എടാ, അവള് വന്നായിരുന്നെങ്കിൽ അവള് പോയി പപ്പിയെ വിളിക്കത്തില്ലേ? അപ്പൊ ശ്യാമ ശ്യാമ വിഷ്ണുവേട്ടന്റെ കൂടെ ഇല്ലേ? ഓ, അത് ശരി. അപ്പോ അവള് അവളുടെ പാട്ടിന് പോയല്ലേ? ഇനി ഇവിടെ നിന്ന് പുറമ്പോക്കി കിടക്കേണ്ടി വരുമെന്നോർത്ത് അവൾ അവളുടെ തന്നിഷ്ടത്തിന് പോയതായിരിക്കും. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. രോഹിത്തിനെ കാണാൻ പോയിട്ട് വരുന്ന വഴിക്ക് ശ്യാമ വഴിയിൽ വെച്ച് ഇറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇവിടുത്തെ അല്ല ശാലിനി, അവള് വീട്ടിൽ വന്നില്ലെന്ന് ഉറപ്പാണോ? അവള് വീട്ടിൽ വന്നിരുന്നെങ്കിൽ പപ്പിയും കൊണ്ട് ഞാൻ വരില്ലല്ലോ. ശ്യാം ഇത് എവിടെ പോയി? വിഷ്ണുട്ടാ, രോഹിത്തിനെ കാണാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അതവൻ വരില്ല എന്ന് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. പിന്നെ ആ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞ്. ഈശ്വര, അവള് വിഷ്ണുട്ടാ, ഞാൻ അവളെന്ന് തിരക്കട്ടെ. ആ, ഞാൻ വരാം. ഞാനതായാലും അവള് ഇറങ്ങിയോട് തന്നെ ആദ്യം നോക്കാം. അച്ഛാ, വിഷ്ണു, പോയവളൊക്കെ പോട്ടടാ. അവളെ നമ്മളെ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്റെ അമ്മ, ഈ സമയത്ത് അല്പം മനസാക്ഷി കാണിക്കേ. എടാ, കഷ്ടം. ഡാ, വിഷ്ണു, വിഷ്ണു.